Good morning, church. എല്ലാവർക്കും വന്ദനം. I'd like to thank Mathai for taking us into the very presence of God. ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം നമുക്ക് ഇന്ന് ആരാധനയിലൂടെ അനുഭവിക്കാൻ ഇടയാക്കിയ മത്തായിക്ക് ഞാൻ നന്ദി പറയുന്നു. I want you all to pray for me because last week I got my throat spoiled. ഞാൻ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് തൊണ്ടവേദനയായിരുന്നു. And I have not recovered from that. എനിക്കിപ്പോഴും അതിൽ നിന്ന് പൂർണ്ണമായി മുക്തനായിട്ടില്ല. Pray that God will strengthen me to take me through this journey. അതുകൊണ്ട് ഈ സന്ദേശം പങ്കുവെക്കുവാനായിട്ട് ദൈവം എന്നെ ശക്തനാക്കണമെന്ന് നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. The word that I am going to share this morning is very important. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന ഈ സന്ദേശം വളരെ സുപ്രധാനമാണ്. Something that I shared sometime back in the church. ഈ സഭയിൽ തന്നെ അത് ഞാൻ കുറച്ച് നാൾ മുൻപ് നിങ്ങളോട് പങ്കുവച്ചിട്ടുള്ളതുമാണ്. But Lord has enabled me to build upon that. എന്നാൽ അതിൽ കുറച്ചുകൂടി വിശാലമായിട്ട് അതേക്കുറിച്ച് ഇന്ന് സഭയോട് സംസാരിക്കണമെന്ന് എനിക്ക് ദൈവാത്മാവിൻ്റെ പ്രേരണയുണ്ടായി. The title of the message is Seeing in the Spirit the Way Out. ഇന്നത്തെ സന്ദേശത്തിൻ്റെ ഒരു തലവാചകമെന്ന് പറഞ്ഞാൽ ആത്മാവിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള പാതയെ കണ്ടെത്തുക എന്നുള്ളതാണ്. Because when we look into our lives, we find that many of us we have problems with ourselves. കാരണം നമ്മുടെ തന്നെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് നാം തിരിച്ചറിയുന്നു. We have problems in our homes. നമ്മുടെ ഭവനങ്ങളിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. We have problems in our workplace. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. We have problems in our churches. നമ്മുടെ സഭകളിൽ നാം പ്രശ്നങ്ങളെ നേരിടുന്നു. Because of these problems, we come to a place where we are saying that it's not God's will to bless me. അങ്ങനെയായ നിരവധി പ്രശ്നങ്ങൾ നേരിട്ട് അവസാനം നമ്മൾ എത്തിച്ചേരുന്ന ഒരു ചിന്താഗതി എന്ന് പറയുന്നത് അനുഗ്രഹം എൻ്റെ പേരിൽ ഒരു അനുഗ്രഹം ഉണ്ടാവുക എന്നത് ദൈവഹിതമല്ല എന്ന് നാം തെറ്റിദ്ധരിക്കുന്നു. The thing is, we need to understand that this world is not in the way it should have been. പ്രാഥമികമായിട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലോകം എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചോ ആ വിധത്തിലല്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. There was a fall, and through this fall, the enemy has taken hold of this world. ആ ആദി മാതാപിതാക്കളുടെ പതനത്തിൽ തന്നെ ശത്രു ഈ ലോകത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. When we come to the book of Genesis chapter 2, നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് ഒന്ന് നോക്കാം. can someone read verse 5? 5-ാം വാക്യം ഒന്ന് വായിക്കാമോ? യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല, നിലത്തു വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. Can someone read in English, please? Okay. It says, the Lord had not sent rain upon the earth. ഇവിടെ പറയുന്നു ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല എന്ന്. And there was no man to till the ground. അതുപോലെ നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. We need to understand that it is God's will to bless man. യഥാർത്ഥത്തിൽ മനുഷ്യനെ അനുഗ്രഹിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതം തന്നെയാണെന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. But if you and I, we need to receive these blessings, we need to come to the place where God wants us to be. എന്നാൽ ആ അനുഗ്രഹത്തിന് നാം അതിന് പാത്രമാവണമെന്നുണ്ടെങ്കിൽ, ആ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മളായിരിക്കുന്നിടത്തല്ല, മറിച്ച് ദൈവമായിരിക്കുന്നിടത്ത് നാം
ചെന്ന് നിന്നാലേ അത് നമുക്ക് ലഭിക്കും. So until and unless man comes to the place where God wants him to be, God cannot bless man. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഇടത്ത് നാം വരുവോളം ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കില്ല എന്ന് നാം മനസ്സിലാക്കണം. The Bible says the will of God is good, acceptable and perfect. വചനം ഇങ്ങനെ പറയുന്നു, ദൈവഹിതം എന്ന് പറയുന്നത് നമുക്ക് നന്മ ഉള്ളതാണ്, അത് പൂർണ്ണത തരുന്നതുമാണ്. But we look at our lives and we say that whatever is happening in my life is not the will of God. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നാം പറയും, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ദൈവഹിതം എന്നുള്ള ഒരു കാര്യം നിറവേറിയിട്ടേ ഇല്ല. When we come to the epistle to the Romans chapter 12, റോമൻസിൻ്റെ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ can we read verse 1 and 2? എൻ്റെ 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. So Paul says that we need to present our lives to him. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, To present ourselves to him. നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണമെന്ന് പറയുന്നു. Only when you present ourselves to him can he release his power into our lives. അപ്പം നമ്മളെ തന്നെ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മുടെ സാന്നിധ്യം നമ്മൾ അറിയിക്കുമ്പോൾ മാത്രമേ അവൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് കടന്നു വരികയുള്ളൂ. 1 Corinthians chapter 2 verse 14 and 15. 1 കൊരിന്ത്യരുടെ 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ നോക്കാം. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ആത്മികനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. A natural man does not accept the things of the Spirit. പ്രാകൃത മനുഷ്യൻ ആത്മാവിനെ വിവേചിക്കുന്നില്ല. Only a person whose mind is renewed can accept the things of the Spirit. ആത്മീകനായ ഒരു മനുഷ്യന് മാത്രമേ ആത്മാവിനെ വിവേചിക്കാൻ സാധിക്കുകയുള്ളൂ. So where do we start? അപ്പം നമ്മൾ എവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത്? Can you come to the book of Acts chapter 1? നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ 1-ാം അധ്യായം ഒന്ന് നോക്കാം. In verse 8 it says, "But you will receive power when the Holy Spirit comes upon you, എൻ്റെ and you shall be my witness." എൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. So when the Holy Spirit comes upon you, it says, "You പരിശുദ്ധാത്മാവ് shall be my witness." പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ എൻ്റെ സാക്ഷികളായി തീരുമെന്ന് കർത്താവ് പറയുന്നു. So usually in the court, when the case is going on, the judge will ask, "Is there a witness?" സാധാരണ നമ്മൾ കോടതി നടപടിക്രമങ്ങൾ നമുക്കറിയാം. അവിടെ ആ വ്യവഹാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ന്യായാധിപൻ ചോദിക്കും, ഇതിന് സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? So a witness is a person who sees firsthand. കാരണം ഈ സാക്ഷിയാണ് ആ ഒരു സംഭവത്തിന് ഒന്നാമതായിട്ട് അതിന് ദൃക്സാക്ഷിയായിട്ടുള്ള ആളെന്ന് പറയുന്നത്. So when we look into the Bible, അപ്പോൾ നമ്മൾ ബൈബിളിൽ നോക്കുമ്പോൾ we need to understand that the Jews thought that the church was exclusively only for them. യഹൂദർ എന്താണ് വിചാരിച്ചിരുന്നത് അവരെക്കുറിച്ച്? ഈ സഭ എന്ന് പറയുന്നത് യഹൂദർക്ക് മാത്രമായിട്ടുള്ളതായിരുന്നു എന്നാണെന്ന് വിചാരിച്ചിരുന്നത്. So when the Samaritans started coming to the church, എന്നാൽ ആ ആദിമസഭയിലേക്ക് ശമരിയാക്കാരായ അവരെ അകറ്റി നിർത്തിയിരുന്ന ആളുകൾ വരാൻ തുടങ്ങിയപ്പോൾ they said, "How can we allow the Samaritans to come into the church?" Because Jews had nothing to do with Samaria.
അപ്പോൾ അവരുടെ ഇടയിൽ ഉയർന്ന ഒന്നാമത്തെ ചോദ്യം, ഈ യഹൂദ സഭയിലേക്ക് ഈ ശമരിയക്കാർക്ക് എന്താണ് ഇവിടെ കാര്യം? But later on they said, after all, they are our brothers, so let's give them permission to come into the church. പിന്നീട് അവരിങ്ങനെ പറയുന്നിട്ട് കാണുന്നു, അവരും നമ്മളുടെ സഹോദരന്മാരാണല്ലോ, അതുകൊണ്ട് അവരും സഭയിലേക്ക് കടന്നു വരട്ടെ എന്ന്. But they need to pay a holy price. They need to be circumcised. പക്ഷേ അങ്ങനെ വെറുതെ കടന്നു വരാൻ പറ്റില്ല, അതിന് അവരൊരു വില കൊടുത്തേ മതിയാവൂ. അവരും സർക്കംസിഷന് വിധേയരാവണം, പരിച്ഛേദനത്തിന് വിധേയരാവണം. But later on, through a wild man called Paul, the Gentiles started flowing into the church. എന്നാൽ പിന്നീട് നാം കാണുന്നത് പൗലോസ് അപ്പോസ്തലനിലൂടെ വിജാതീയരായ അനേകായിരങ്ങൾ സഭയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ്. But the Jews said, how can you allow the Gentiles to come into the church and dirty our holy place? യഹൂദരപ്പോൾ അതിനെ ചോദ്യം ചെയ്തു, എങ്ങനെയാണ് ഇതുപോലെ ഉള്ള വിജാതീയരെ ഈ സഭയിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്, അതിന് എന്താണ് അടിസ്ഥാനം ചോദിച്ചു. The thing was, they were seeing with their natural eyes. ഇവിടെ എന്താണ് അവർക്ക് പറ്റിയ കുഴപ്പമെന്ന് പറയുന്നത്, അവരവരുടെ സ്വാഭാവികമായ നേത്രങ്ങൾ കൊണ്ടാണ് കാര്യങ്ങൾ കാണാൻ പഠിക്കാൻ ശ്രമിച്ചത്. That is why Paul prays that the eyes of our heart may be enlightened. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ അകക്കണ്ണുകളെ തുറക്കണമേ എന്ന്. Only when our eyes are opened can we begin to see the blessing of God. അങ്ങനെ നമ്മുടെ അകക്കണ്ണുകൾ തുറന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് കടന്നു വരുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. So when we come to Ephesians chapter 2, എഫേസ്യരുടെ രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, can you read verses 1, 2 and 3? അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കാം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കൾ ആയിരുന്നു. In verse 1 it says, you were dead in your trespasses. ഒന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും നിങ്ങൾ മരിച്ചവരായിരുന്നു എന്ന്. In verse 2 it says, this was your condition, this is how you walked, this is how you lived. രണ്ടാം അധ്യായത്തിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു, നിങ്ങൾ എങ്ങനെയുള്ള ഒരു നടപ്പായിരുന്നു, നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് അവിടെ പറയുന്നു. Can you read verse 4? 4 വാക്യം കൂടി ഒന്ന് വായിച്ചോട്ടെ. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും. So in verse 4 it says, because of God's mercy. അവിടെ 4 വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, അവൻ്റെ കരുണാസമ്പന്നതയാലാണ് എന്ന്. And in verse 5 it says, even when we were dead in our trespasses, he made us alive together with Christ. 5 വാക്യത്തിൽ പറയുന്നു, നമ്മുടെ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും ചെയ്തു എന്ന്. Can you read Ephesians chapter 4 verse 1 and 2? എഫേസ്യരുടെ 4 അധ്യായത്തിൻ്റെ 1, 2 വാക്യങ്ങളൊന്ന് വായിച്ചാലും. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും. Okay. In chapter 4 verse 1 it says, I, the prisoner of the Lord, implore you to walk in a manner worthy of his calling. നിങ്ങളുടെ വിളിക്ക് യോഗ്യമായിട്ട് നിങ്ങൾ നടക്കണമെന്നാണ് ഇവിടെ പൗലോസ് നമ്മളോട് And പറയുന്നത്. then in verse 2 it says that we need to walk in humility and gentleness with patience, showing tolerance for one another in love.
എന്നിട്ട് പറയുകയാണ്, പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടി നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിനെന്ന് പൗലോസ് നമ്മളോട് പറയും. Can you read verse 17 and 18? അതിൻ്റെ 17-18 വാക്യങ്ങൾ കൂടി വായിച്ചോട്ടെ. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം ഹൃദയ കാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ. So here Paul is saying that you were dead in your trespasses. This is how you were dead. This is how you walked. This is how you lived. ഇവിടെ പൗലോസ് പറയുകയാണ്, നമ്മളുടെ അതിക്രമങ്ങളിൽ നാം മരിച്ചവരായിരുന്നു എന്ന്. Because of God's mercy, you who were dead, He brought you to life. അങ്ങനെ അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്ന നമ്മെ അവൻ്റെ കരുണാസമ്പന്നതയാൽ ജീവനിലേക്ക് അവൻ കൊണ്ടുവന്നു. And He brought you into the church. അങ്ങനെ ഒരു സഭയിലേക്ക് നിങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. And then He says now that you may do not walk like the Gentiles walk. എന്നിട്ട് പറയാണ്, ജാതികളെ പോലെ നിങ്ങൾ നടക്കരുത്. He's saying this is how you walked earlier. നിങ്ങൾ അങ്ങനെയായിരുന്നു മുൻപ് നടന്നിരുന്നത്. But I have done a work in you, I brought you into the church. പക്ഷെ നിങ്ങളെ ഞാനൊരു ഒരു ക്രിയ ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾക്കൊരു രൂപാന്തരം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ജാതികളെ പോലെ നിങ്ങൾ നടക്കാൻ പാടില്ല. And then in verse 18 he says, be darkened in the understanding, excluded from the life of God. അവിടെ 18-ാം വാക്യത്തിൽ പറയുന്നു, അന്ധബുദ്ധികളായിട്ട് അജ്ഞാനം നിമിത്തം ഹൃദയകാഠിന്യം നിമിത്തം ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് നിങ്ങൾ അകന്ന് മനം തഴമ്പിച്ച് പോയവരായിരുന്നു എന്ന് പറയുന്നു. So Paul is saying, do not walk like the living dead. അതുപോലെ ഇങ്ങനെ ജീവച്ഛവങ്ങളായിട്ട് നിങ്ങൾ ഇനി ജീവിക്കാൻ പാടില്ല എന്ന്. So when we come to the book of Revelation, വെളിപ്പാടിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ the same language is being used there in chapter 3. ഇതേ ഭാഷ തന്നെ അവിടെ ഉപയോഗിക്കപ്പെടുന്നതായിട്ട് കാണാം 3-ാം അധ്യായത്തിൽ. Revelation chapter 3 verse 1. 3-ന്റെ 1-ാം വാക്യം. സർദിസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. Says, you have a name that you are alive, but you are dead. പേരിൽ ജീവനുള്ളവനെന്നാണെങ്കിലും നീ മരിച്ചവനാകുന്നു എന്ന് അവിടെ പറയുന്നു. See, when we come to church, many of us have a label, we put on names. നമ്മൾ സഭയിലേക്ക് വരുമ്പോൾ നമ്മുടെ വസ്ത്രത്തിലൊക്കെ ചിലതൊക്കെ എഴുതി വെച്ചുകൊണ്ട് വരുന്ന കാണാം. I am born again. ഞാൻ വീണ്ടും ജനിച്ചവനാണെന്ന് എഴുതുന്നതാണ്. I am baptized in water. ഞാൻ ജലസ്നാനം എടുത്തയാളാണെന്ന് പറയുന്നതാണ്. I am filled with the Holy Spirit. ആത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചയാളാണെന്ന് പറയുന്നതാണ്. These all names that we give. ഇതൊക്കെ നമ്മളെക്കുറിച്ച് പറയുന്ന ഓരോ അവകാശവാദങ്ങളാണ്. But here it says, you have a name that you are alive, but in fact you are dead. ഇവിടെ പറയുകയാണ്, നിനക്ക് ജീവനുള്ളവൻ എന്നാണ് വിളിപ്പേര്, പക്ഷേ നീ മരിച്ചവനാണ്. And in verse 2 it says, I want you to wake up from where you are. അതുകൊണ്ട് 2-ാം വാക്യത്തിൽ പറയുന്നു, നീ എവിടെ മരിച്ചവനായിരിക്കുന്നു അവിടെ നീ ഉണർന്നു കൊള്ളുക. When we come to chapter 1 of the book of Revelation, വെളിപ്പാടിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് വന്നാൽ, can you read verse 1? 1-ാം വാക്യം വായിക്കാം. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. Okay.
The purpose of the book was to give to the church a revelation of Jesus Christ. ഈ പുസ്തകം എഴുതിയതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് സഭകൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ്. Revelation concerning the things which must shortly come to pass. വളരെ അടുത്ത് തന്നെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാടുകളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. There is something very interesting in this book of Revelation. ഈ വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ വളരെ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. Can you read verse 3? 3-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. So this book starts with a blessing. It says those who read this book and hear these words of the prophecy, they will be blessed. ഒരു അനുഗ്രഹം തന്നുകൊണ്ടാണ് ഈ വെളിപ്പാടിൻ്റെ പുസ്തകം തുടങ്ങുന്നത് തന്നെ. അവിടെ പറയുന്നു, ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതുപോലെ പ്രമാണിക്കുന്നവരും ഒക്കെ ഭാഗ്യവാന്മാരാണെന്ന്. And the book ends by promising a special curse on those who add or take away from it. The book ends, the last, it says those who, they'll be cursed, those who take away from this book. എന്നാൽ ഇതിൽ നിന്ന് എന്തെങ്കിലും ചോർത്തിക്കളയുന്ന ആളുകൾക്ക് വരുവാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത്. അവിടെ അവർക്ക് മേൽ ഒരു ശാപം പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. The message given to the 7 churches. ആ 7 സഭകൾക്കുള്ള സന്ദേശം നോക്കാം. These messages were given for our personal application. ഈ 7 സഭകൾക്കെന്ന് ഇവിടെ പറയുന്നുണ്ടെങ്കിലും ആ 7 സഭകളുടെയും കാര്യങ്ങൾ നമ്മിലുമുണ്ട്. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ഇത് ഓരോരുത്തർക്കും ബാധകമാണ്. Jesus Christ expects us, all the churches and believers, to apply the message to our own lives and situation. നമ്മുടെ ജീവിതത്തോടും ജീവിത സാഹചര്യങ്ങളിലുമൊക്കെ ഈ സന്ദേശങ്ങൾ പ്രാവർത്തികമാക്കുവാനായിട്ട്, അത് ഉപയോഗിക്കുവാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. He expects us to search our hearts and heed to these messages. നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്ത് ഈ അധ്യായത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് തട്ടിച്ചു നോക്കുവാനായിട്ട് ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. God wants to show Apostle John a revelation of Jesus. യേശുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാടാണ് ദൈവം ഇവിടെ യോഹന്നാന് നൽകുന്നത്. He gives it in snapshots. അതൊരു ഫോട്ടോഗ്രാഫ് പോലെ, ഇങ്ങനെ ഒരു ഫോട്ടോ പോലെ ഓരോന്നായിട്ട് ഇങ്ങനെ യോഹന്നാന് കാട്ടിക്കൊടുക്കുകയാണ്. A vision to show to the 7 churches. അവിടെ ആ 7 സഭകളെ കുറിച്ചുള്ള ഒരു ദൃശ്യം അവിടെ കാണിക്കുന്നു. And when we read the vision given to the 7, to each church, there's a pattern that is followed there. ഈ 7 സഭകളെ കുറിച്ചും അവിടെ വർണ്ണിക്കുന്നിടത്ത് അതിനൊരു പ്രത്യേക ഒരു മാതൃകയിലാണ്, ഒരു പ്രത്യേക ക്രമത്തിലാണ് അവിടെ ഓരോന്നിനെ കുറിച്ചും പറയുന്നത്. First he gives a revelation of Jesus. ആദ്യം യേശുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് തരുന്നു. Then he commends the church on their good deeds. പിന്നീട് ആ സഭകളുടെ നന്മ പ്രവൃത്തികളെ കുറിച്ച് പറയുന്നു. Then after that he comes with a correction. പിന്നീട് അവിടെ എന്തൊക്കെ തിരുത്ത് ആവശ്യമുണ്ടെന്നുള്ളതിനെ കുറിച്ച് പറയുന്നു. Then he tells them, I want you to repent. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും മാനസാന്തരപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം. And then he says, I want you to come out from where you have fallen. നിങ്ങളുടെ ആ പതനത്തിൽ നിന്നും, നിങ്ങൾ എവിടെയാണോ അധപതനം നിങ്ങൾക്ക് സംഭവിച്ചത്, അവിടുന്ന് തിരിച്ച് നിങ്ങൾ വരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അത് പറയുന്നു. Why is a vision given first? അപ്പം എന്തിനാണ് ആ ഒരു ദൃശ്യമായിട്ട് അങ്ങനെ അവിടെ ഒരു കാഴ്ചയെ അവിടെ യോഹന്നാന് കൊടുത്തതിൻ്റെ കാരണം? A vision is given to encourage them. അപ്പം ആ ഒരു കാഴ്ചയെ അവർക്ക് കൊടുത്തത് അവരെ കൂടുതലായിട്ട് ഉത്സാഹിപ്പിക്കാനാണ്, അവരെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാക്കി തീർക്കാനാണ്. Can you read chapter 2 verse 1? 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കാം. എഫേസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കൈയിൽ പിടിച്ചും കൊണ്ട്
7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. So here Jesus is seen as the one who is walking in the midst of the churches. ഇവിടെ 7 എന്നുള്ള ആ സംഖ്യ ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ 7 സഭകളുടെ മധ്യേ നടക്കുന്നതായിട്ടാണ് യേശുവിനെ ഇവിടെ ചിത്രീകരിക്കുന്നത്. This means he sees and knows all about the churches. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പറയുന്ന എല്ലാ സഭകളെ കുറിച്ചും യേശുവിന് വളരെ നന്നായിട്ട് അറിയാം. Can you read verse 2? 2-ാം വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. So we need to understand that the church at Ephesus was a very patient church. എഫെസസിലെ സഭ എന്ന് പറയുന്നത് വളരെ വളരെ ക്ഷമയുള്ള ഒരു സഭയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. It was a church that was separated. മറ്റുള്ളവരിൽ നിന്നും വേർപെട്ടിരിക്കുന്ന ഒരു സഭയായിരുന്നു അത്. It was a church that was persecuted. അതേറെ പീഡകൾ അനുഭവിച്ചൊരു സഭയാണ്. And here the church has been commended for the good qualities. ഇവിടെ ആ സഭ ഒരുപാട് നല്ല കാര്യങ്ങൾക്കായിട്ട് സമർപ്പിക്കപ്പെട്ട ഒരു സഭയായിട്ട് നാം കാണുന്നു. Can you read it once again? ഒന്നുകൂടി അതൊന്ന് വായിക്കാം. ആ നല്ല ഗുണങ്ങൾ സഭയുടെ എന്താണെന്ന്. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. Says they persevered, they were steadfast in serving. അവർ മറ്റുള്ളവരെ സേവിക്കുന്ന കാര്യത്തിൽ അവർ വളരെ താഴ്മയോടും എല്ലാം ആത്മാർത്ഥയോടും ചെയ്യുന്നവരായിരുന്നു. The church could not tolerate evil people. അവർക്കൊരിക്കലും കൊള്ളരുതാത്തവരെ സഹിക്കാൻ സാധിക്കില്ലായിരുന്നു. They stood against false teaching. അതുപോലെ ദുർവ്യാഖ്യാനങ്ങൾക്കെതിരെ അവർ എപ്പോഴും നിലകൊണ്ടു. Verse 3. 3-ാം വാക്യം. നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. It says they persevered, they endured hardships, they did not grow weary. അവിടെ പറയുന്നു അവരെ ഏറെ സഹിച്ചെങ്കിലും അവർ തളർന്നു പോയില്ല എന്നുള്ള കാര്യം. Can you read verse 4? 4-ാം വാക്യം വായിക്കാം. 4-ാം വാക്യം. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. See, now the correction comes. ഇവിടെ അവരിനി എന്തൊക്കെയാണ് സ്വയം തിരുത്താനുള്ളതെന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. He's saying, I have this against you, that you have left your first love. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താണത്? നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. Maybe the believers had left their first love. ആ വിശ്വാസികൾക്ക് ആദ്യമുണ്ടായിരുന്ന തീഷ്ണത ഇപ്പോഴില്ലായിരിക്കാം. Maybe Christ was no longer first in their lives. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം ഇപ്പോൾ യേശുവിനല്ലായിരിക്കാം. Maybe they were not fellowshipping or communicating the way they used to do. അവരുടെ തുടക്കത്തിലുണ്ടായിരുന്ന ആ കൂട്ടായ്മയുടെ സ്നേഹം ഇപ്പോൾ അവരിൽ ഇല്ലാതിരിക്കാം. Maybe they were not in the place where they were having the right fellowship or a personal relationship with Jesus. ഒരുപക്ഷെ യേശുവുമായിട്ടുള്ള അവരുടെ വ്യക്തിപരമായ ബന്ധത്തിന് ആ ഇഴയടുപ്പം കുറഞ്ഞു പോയെന്നിരിക്കാം. Read verse 5. 5-ാം വാക്യം നോക്കാം. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. It says,
Therefore, remember from where you have fallen and repent. എന്നിട്ട് പറയാണ്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടുമെന്ന്. It says, turn away from whatever has pulled you away from Christ. യേശുക്രിസ്തുവിൽ നിന്ന് നിന്നെ അകറ്റാൻ ഇടയാക്കിയത് എന്തൊക്കെയാണോ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക എന്ന് അവിടെ പറയുന്നു. You are attached to something more than to Christ. Repent, turn away from that attachment and return back to Christ. യേശുവിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെല്ലാം വിട്ടുകളഞ്ഞ് യേശുവിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നു. Now read verse 7. 7-ാം വാക്യം നോക്കാം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. To him who overcomes, what is it that he is to overcome? He needs to overcome everything that pulls his heart away and attaches it to the world. ജയിക്കുന്നവന് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. എന്തിനെ ജയിക്കുന്നവനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്നതായ സകലത്തിനെയും ജയിക്കുന്നവന് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. Whatever has dampened his first love for Christ, അവൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളയുവാൻ ഇടയാക്കിയതൊക്കെയും അതിനെയൊക്കെയും ജയിക്കാൻ കഴിയുന്നവനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. So in verse 16 it says repent, and verse 17 it says you need to come out from where you have fallen. In verse 16 it says repent and then come out. അവിടെ പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് യേശുവിലേക്ക് അടുത്ത് വരിക എന്ന് പറയുന്നു. Now read verse 18. 18-ാം വാക്യം വായിക്കാം. തുയഥൈരയിലെ സഭയുടെ ദൂതൻ എഴുതുക, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. It says that's the revelation given about Jesus, whose eyes are like flame of fire, whose feet like burnished bronze. ഇവിടെ യേശുവിൻ്റെ രൂപത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ പറയുകയാണ്, അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ എന്ന്. Verse 19. 19 നോക്കാം. ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്ന് അറിയുന്നു. So here we see that he commends the believers for their good works. ഇവിടെയും നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആദ്യം ഈ തുയത്തൈര സഭയുടെ അവിടുത്തെ വിശ്വാസികളെ അഭിനന്ദിക്കുകയാണ്, അവരുടെ നന്മകളെ ഓർത്ത്. Talks about their love, service, faith, patience. അവരുടെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത, അതിലൊക്കെയും അവരെ എത്ര മുന്നേറി എന്നുള്ള കാര്യം അവിടെ അവരെ അഭിനന്ദിച്ചുകൊണ്ട് പറയുന്നു. Can you read verse 20? 20-ാം വാക്യം. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ച് കളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. So here he brings the correction. ഇവിടെ വീണ്ടും അവരുടെ മേലുള്ള കുറ്റം എന്താണ്, അവർക്ക് ഉണ്ടായ കുറ്റത്തെക്കുറിച്ച് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. Says, I have this against you. You tolerate the woman Jezebel. എനിക്ക് നിങ്ങൾ ഒരു കാര്യത്തിൽ നിങ്ങൾ തെറ്റുകാരാണെന്ന് എനിക്ക് പറയാതെ വയ്യ. എന്താണ്? ഇസബേൽ എന്ന് പറയുന്ന ഒരു പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ആളെ നിങ്ങൾ വളരെ സഹിഷ്ണുതയോടെ നിങ്ങളുടെ സഭയിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. The church was tolerating the ministry of a false prophetess in the church. സഭയിൽ ഒരു ദുരുപദേശക്കാരിയായ ഒരു പ്രവാചകിയെ നിങ്ങൾ അവരെ അംഗമായിട്ട് തുടരാൻ അനുവദിക്കുന്നു. In the Old Testament we find this Jezebel, she was a pagan, she was a murderess and the wife of King Ahab. പഴയ നിയമത്തിൽ ഇതിന് സമാനമായ ഒരു സ്ത്രീയെക്കുറിച്ച്, ജെസബേലിനെ കുറിച്ച് നാം വായിച്ച് കേൾക്കുന്നുണ്ട്. She was a murderess. People who murdered people.
അവളൊരു കൊലപാതകിയായ സ്ത്രീയായിരുന്നു. And here she was misleading the people in the church. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? സഭയിലെ സഭാമക്കളെ വഴിതെറ്റിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവർ. Verse 20, yeah. 20-ാം വാക്യം. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. She was seducing the believers to commit sexual immorality. അപ്പോൾ ഈ പ്രവാചകി അവിടെയുള്ള വിശ്വാസികൾക്കിടയിൽ ലൈംഗികത ദുർനടപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ത്രീയായിട്ട് മാറി. Can you read verse 21? 21-ാം വാക്യം വായിക്കാം. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. Verse 26. 26. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. So here it says, I want you to come out of that situation. അപ്പോൾ നിങ്ങളുടെ കുറ്റം നിങ്ങൾ അത് തിരുത്തിയേ മതിയാകൂ. ആ സാഹചര്യത്തിൽ നിന്ന് സഭ ഒരു തിരുത്തൽ അവിടെ ആവശ്യമാണെന്ന് പറയും. So first a revelation or a vision of Jesus. ആദ്യം യേശുവിനെ കുറിച്ചുള്ള ഒരു വർണ്ണന നമുക്ക് കാണാം. Then the church is commended for the good deeds. പിന്നീട് ആ സഭയുടെ നന്മകളെ അവിടെ അഭിനന്ദിക്കുന്നു. Then the correction comes. പിന്നീട് അവരുടെ കുറ്റം ചൂണ്ടിക്കാണിക്കുന്നു. Then they are asked to repent. പിന്നീട് അതേക്കുറിച്ചുള്ള മാനസാന്തരം ആവശ്യപ്പെടുന്നു. Then they are asked to overcome that situation and come out. മാനസാന്തരപ്പെട്ട് ആ കുറ്റത്തിൽ നിന്നും ആ സാഹചര്യത്തിൽ നിന്നും ജയിക്കുവാനായിട്ടുള്ള ആഹ്വാനം അവർക്ക് കൊടുക്കുന്നു. So let's come back to chapter 1. നമുക്കിനി 1-ാം അധ്യായത്തിലേക്ക് വീണ്ടും തിരിച്ചൊന്ന് പോകാം. Can you read verse 9? 9-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. So here we find that Apostle John finds himself in an island called Patmos. ഇവിടെ നാം വായിച്ചു കേട്ടത് നമ്മുടെ യോഹന്നാൻ, അപ്പോസ്തലനായ യോഹന്നാൻ തന്നെ പത്മോസ് എന്നുള്ള ദ്വീപിൽ ആയിരിക്കുന്നതായിട്ട് ഇവിടെ വെളിപ്പെടുത്തുന്നു. He finds himself in an island called Patmos for two reasons. ഈ രണ്ട് കാരണങ്ങളാലാണ് ഇവിടെ എത്തിപ്പെടാൻ ഈ പത്മോസ് ദ്വീപിൽ എത്തിപ്പെടാൻ ഇദ്ദേഹത്തിന് ഇടയായത്. Because he stood for the word of God and he testified about Jesus. ഒന്ന് വചനത്തിന് വേണ്ടി അദ്ദേഹം നിലകൊണ്ടു, മറ്റൊന്ന് യേശുവിനെ സാക്ഷീകരിച്ചു. What is Patmos? അപ്പോൾ എന്താണ് ഈ പത്മോസ് എന്ന് പറയുന്നത്? Patmos is the place where conflicts are met. അപ്പോൾ ഈ പത്മോസ് എന്ന് ഇവിടെ പറയുന്ന ഈ ഒരു ദ്വീപ് യഥാർത്ഥത്തിൽ നമ്മളുടെ പ്രശ്നങ്ങൾ അത് ഏറ്റുമുട്ടുന്ന ഒരു സ്ഥലമാണ്. A place where Christ is revealed. അങ്ങനെ പ്രശ്നങ്ങളുടെ മധ്യേ യേശുവിനെ വെളിപ്പെടുത്തുന്ന ഒരിടം, അതാണ് പത്മോസ്. A place where the church is confronted. സഭ അന്ധകാര ശക്തികളെ നേരിടുന്ന ഒരിടം. So Apostle John finds himself in an island called Patmos. ഇവിടെ യോഹന്നാൻ ഇവിടെ പത്മോസ് എന്ന് പറയുന്ന ഒരു തുരുത്തിലായിരിക്കുന്നതായിട്ട് നാം കാണുന്നു. A man who labored for Jesus for 60 long years. 60 വർഷത്തോളം യേശുവിനായിട്ട് മാത്രം അധ്വാനിച്ച ഒരു മനുഷ്യൻ ഇവിടെ ഒരു ദ്വീപിൽ ഒറ്റപ്പെടുന്നു. He met Jesus when he was 20 years of age. 20-ാമത്തെ വയസ്സിലാണ് താൻ യേശുവിനെ കണ്ടുമുട്ടുന്നത്. 60 long years he labored for the Lord. നീണ്ട 60 വർഷം യേശുവിനായിട്ട് അവൻ പ്രയത്നിച്ചു. Now he's come to over 80 years of age. ഇപ്പോൾ 80 വയസ്സിന് മേലായിരിക്കുന്നു.
He is alone in an island called Patmos. ആ ദ്വീപിലെ ഏകാന്തതയിലാണ് ഇന്ന് ആ മനുഷ്യൻ. He is put in the midst of wild animals and reptiles. ഇഴജന്തുക്കളുടെയും കാട്ടുമൃഗങ്ങളുടെയും മധ്യയായിരിക്കുന്നു അവൻ. He is made to work hard on the rubble quarry. അവിടെയുള്ള ആ പാറകൾ അടിച്ചു പൊട്ടിക്കുന്ന വേലയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. He comes to a place where he says, "This is the end of my life." ആ ഒരു സാഹചര്യത്തിൽ പെട്ടപ്പോൾ യോഹന്നാനിൽ നിന്ന് പുറപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ എൻ്റെ ജീവിതം ഇങ്ങനെ അവസാനിക്കാൻ പോവുകയാണല്ലോ എന്നുള്ള ഒരു ആത്മഗതമാണ്. Again, I don't think I will be fruitful for the Lord. ഇനി എന്തെങ്കിലും എന്നെക്കൊണ്ട് ദൈവത്തിന് പ്രയോജനമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് പറയുന്നു. There is no hope for me again. എനിക്കിനി യാതൊന്നിലും ഒരു പ്രതീക്ഷയുമില്ല. Because he finds that there is no progress in his life. കാരണം ജീവിതം ഒട്ടും തന്നെ മുന്നോട്ട് പോകുന്നതായിട്ട് തനിക്ക് അനുഭവപ്പെടുന്നില്ല. He felt that something is holding him back. എന്തോ ഒന്ന് തന്നെ പുറകോട്ട് പിടിച്ചു വലിക്കുന്നത് പോലെയാണ് എപ്പോഴും തോന്നുന്നത്. And the thing that is holding him is holding him to an end. അത് തൻ്റെ അന്ത്യത്തിലേക്ക് തന്നെയാണ് തന്നെ പിടിച്ചു വലിക്കുന്നതെന്ന് അവൻ കരുതുന്നു. And because of that, he finds that he is not able to move forward, he is not able to make any progress in his life. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പുറകോട്ട് വലിക്കുന്നത് കൊണ്ട് അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ ഒരു ത്രാണി ഇല്ലാത്ത ഒരു രീതിയിലേക്കായിരിക്കുന്നു. It is like an aeroplane that maybe it takes off from Bangalore and it's bound for Kathmandu. ഒരു ഉദാഹരണം പറഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് ഒരു വിമാനം പറക്കുകയാണെങ്കിൽ And then it reaches Kathmandu airport. കാഠ്മണ്ഡു എയർപോർട്ടിൻ്റെ മുകളിൽ അതെത്തി. And there's a heavy fog in that entire area. പക്ഷേ ആ വിമാനത്താവളം മഞ്ഞിൽ മൂടിക്കിടക്കുകയാണ്. And the pilot is not able to see the runway. അതുകൊണ്ട് തന്നെ പൈലറ്റിന് വിമാനം ഇറങ്ങേണ്ട റൺവേ ദൃശ്യമാകുന്നില്ല. So he tries his best, but he is not able to land. തന്നാലാവും വിധം ശ്രമിച്ചു നോക്കി, പക്ഷേ ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. So he says, "Okay, so let me go back to Bangalore." അപ്പം ഇവിടെ വിമാനം നിലത്തിറക്കാനാവാത്തത് കൊണ്ട് വന്നിടത്തേക്ക് തന്നെ തിരിച്ച് പറക്കാമെന്ന് താൻ തീരുമാനിക്കുന്നു. But because of the heavy fog, he is not able to see his way out. എന്നാൽ അവിടെ മഞ്ഞ് അത്രമാത്രം മൂടിയിരിക്കുന്നത് കൊണ്ട് തിരിച്ചു പോകാനും സാധിക്കുന്നില്ല. He is not able to land, അവിടെ നിലത്തിറങ്ങാൻ സാധിക്കുന്നില്ല, not able to go back. തിരിച്ച് വന്നിടത്തേക്ക് പോകാനും സാധിക്കുന്നില്ല. All this pilot can do is to keep going around in circles. അവിടെ ആകാശത്ത് ഇങ്ങനെ വട്ടമിട്ട് പറക്കുവാനല്ലാതെ മറ്റൊന്നിനും ആ പൈലറ്റിന് സാധിക്കുന്നില്ല. I believe today many believers, their life is like that. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നമ്മിൽ പലരും ഇന്ന് ഈ ഒരു അവസ്ഥയിലാണ് അവരുടെ ജീവിതം നേരിടുന്നത്. They are not able to make any progress. ജീവിതത്തിൽ മുന്നോട്ട് ഒരു പുരോഗതിയും ഉണ്ടാകുന്നില്ല. They know that God has got great things for them, but they are not able to break into those things. ദൈവം വളരെ മഹത്തായ കാര്യങ്ങൾ മുന്നിൽ വച്ചിരിക്കുന്നു എന്ന് അവർക്കറിയാം, പക്ഷേ അത് ചെന്ന് കൈവശപ്പെടുത്താൻ അവർക്ക് സാധിക്കുന്നില്ല. Each time they try to break in, they feel that something is holding them and is holding them to an end. ഓരോ പ്രാവശ്യവും അത് കയ്യെത്തിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തോ ഒന്ന് അവരെ പുറകോട്ട് പിടിച്ചു വലിക്കുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നു. So because of that, they are not able to move forward. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ലക്ഷ്യത്തിലേക്ക് ഒരിക്കലും എത്തിച്ചേരാൻ പറ്റുന്നില്ല. Move forward into the things that God has planned for them. ദൈവം അവർക്കായി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് കയ്യെത്തിപ്പിടിക്കുവാൻ അവർക്ക് ഒരു കാരണവശാലും സാധിക്കുന്നില്ല. They are not able to make a break-in in their prayer life. അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാവുന്നില്ല. Not able to make a break-in in the time of worship. ആരാധനയിൽ അവർക്ക് മുന്നേറാൻ സാധിക്കുന്നില്ല. Not able to break in their spiritual walk with God. ദൈവമായിട്ടുള്ള നടപ്പിൻ്റെ കാര്യത്തിൽ അവർക്ക് മുന്നേറാൻ സാധിക്കുന്നില്ല. Not able to break in their job situations. അവരുടെ തൊഴിൽ
സംബന്ധമായ കാര്യങ്ങൾ അവർക്ക് മുന്നേറാൻ സാധിക്കുന്നില്ല. not able to break in where the business is concerned. അവരുടെ വ്യാപാരങ്ങൾ അവർക്ക് മുന്നേറാൻ സാധിക്കുന്നില്ല. And because of that, they come to a place where they are so complacent and satisfied with what is happening in their lives. അങ്ങനെ ആകുമ്പോൾ അവരായിരിക്കുന്ന അവസ്ഥയോട് പൊരുത്തപ്പെട്ട് അതിൽ തൃപ്തരായിട്ട് മുന്നോട്ട് പോകാനും പുറകോട്ട് പോകാനും സാധിക്കാത്ത അവസ്ഥയിൽ മരവിച്ച അവസ്ഥയിലാകുന്നു. Can you read verse 9 once again? ആ 9-ാം വാക്യം ഒന്നുകൂടി വായിച്ചോട്ടെ. നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. Now read verse 10. 10-ാം വാക്യം. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. In verse 10 it says, I was in the spirit on the Lord's day. 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. As usual, Apostle John was spending time in prayer and worship in the island called Patmos. പത്മോസിലെ ആ തുരുത്തിലായിരിക്കുമ്പോഴും സാധാരണ താൻ ചെയ്യാറുള്ളത് പോലെ ദൈവ സാന്നിധ്യത്തിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു യോഹന്നാൻ. But the God of Apostle John decided, he said, I am not going to allow my servant to be like that. എന്നാൽ യോഹന്നാന്റെ ദൈവം യോഹന്നാനെ ഈ ഒരു അവസ്ഥയിൽ തുടരുവാൻ ആഗ്രഹിച്ചില്ല. God came into the island and met with the Apostle John. അപ്പോസ്തലനായ യോഹന്നാനോ അവിടെ ദൈവം കടന്നു വന്നിട്ട് ആ ദ്വീപിലേക്ക് കടന്നു വന്നിട്ട് അവനെ കണ്ടുമുട്ടുന്നു. And he met with him in a powerful way. വളരെ ശക്തമായ രീതിയിലാണ് ദൈവം യോഹന്നാനെ കണ്ടുമുട്ടുന്നത്. And lifted him up in the spirit. എന്നിട്ട് യോഹന്നാനെ ആത്മാവിൽ ഉയർത്തി. His body was there in the island of Patmos. ശരീരം കൊണ്ട് താൻ ആ ദ്വീപിലായിരുന്നുവെങ്കിലും In his spirit he was lifted up. ആത്മാവിൽ അവൻ ഉയർത്തപ്പെട്ടു. And God showed him things that he had not seen all his life. താൻ ഒരിക്കലും കാണാത്ത വിസ്മയകരമായ ദൃശ്യങ്ങൾ ദൈവം അവന് കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. God gave him a fresh revelation of Jesus Christ. യേശുവിനെ കുറിച്ചുള്ള അന്നുവരെ ലഭിക്കാത്ത ഒരു നവീനമായ ഒരു വെളിപ്പാട് അവിടെ യോഹന്നാന് ലഭിച്ചു. Can you read verse 11? 11-ാം വാക്യം നോക്കിയാട്ടെ. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫേസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സർദിസ്, ഫിലദൽഫിയ, ലവോദിക്കിയ എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. God told him, write in a book what you see. ദൈവം അവനോട് പറഞ്ഞു, നീ കാണുന്നതൊക്കെയും എഴുതി വെക്കുക And send it to the 7 churches. എന്നിട്ട് ഈ പറഞ്ഞതായ 7 സഭകളിലേക്ക് അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. In closing, I want to say this. ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, As a result of Apostle John seeing in the Spirit, ആത്മാവിൽ അപ്പോസ്തൽ യോഹന്നാന് കാണാനിടയായത് കൊണ്ട് മാത്രം today we have the book of Revelation in our hands. ഇന്ന് നമ്മുടെ കരങ്ങളിൽ ആ വെളിപ്പാടിൻ്റെ പുസ്തകം ഉണ്ടല്ലോ. A man who said, this is my end. എൻ്റെ അവസാനം ഇങ്ങനെ ഈ തുരുത്തിലാണ്, ഇവിടെ തീരാൻ പോവുകയാണ് എന്ന് വിലപിച്ച ഒരു മനുഷ്യൻ. A man who said, again, I will not be able to become fruitful for the Lord. എന്നെക്കൊണ്ട് ഇനി ദൈവത്തിന് ഒരു പ്രയോജനമില്ല എന്ന് തേങ്ങിയ ഒരു മനുഷ്യൻ. A man who said, I'm not able to progress, I'm not able to move forward. എനിക്കിനി ഒന്നും മുന്നോട്ട് ചെയ്യുവാനില്ല, എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല, എൻ്റെ ശക്തിയും ചോർന്നിരിക്കുന്നു എന്ന് വിലപിച്ച മനുഷ്യൻ. God came and met with him, and he was lifted up, and God showed him things that he has not seen all his life. ആ അവസ്ഥയിൽ ദൈവം കടന്നു വന്ന് ആ മനുഷ്യന് വലിയൊരു വെളിപ്പാട് കൊടുത്ത്, വലിയൊരു പുതിയൊരു കാഴ്ചപ്പാട് കൊടുത്ത് ശക്തീകരിക്കുന്നതായിട്ട് നാം ഇവിടെ കാണുന്നു. Seeing in the Spirit
Apostle John saw things you're not able to see with your natural eyes. അപ്പം നമ്മുടെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത കാര്യങ്ങളെ ഇവിടെ യോഹന്നാന് ആത്മാവിൽ ദർശിക്കുവാനിടയായി. Seeing in the Spirit is the way out of your problems. Seeing in the Spirit is the way out of your situation. Seeing in the Spirit is the way out for moving forward into the things of God. അപ്പം നമ്മുടെ പ്രശ്നങ്ങളിൽ പെട്ട് നാം ഉഴലുമ്പോൾ അവിടെ നാം ആത്മാവിൽ കാണുവാൻ നമുക്ക് സാധിക്കണം. അതിനപ്പുറത്തേക്ക് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന കാര്യങ്ങളെ നാം ഓരോ ബുദ്ധിമുട്ടിലായിരിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു പ്രതിസന്ധിയിൽ നാം പെട്ടുകിടക്കുമ്പോൾ അവിടെ ആത്മീയ നേത്രങ്ങൾ കൊണ്ട് ആത്മീയ സത്യങ്ങളെ കാണുന്നവരായിട്ട് നമുക്ക് കഴിയണം. May God bless you with this word. ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങളെ ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Can I ask Dr. Mathai to come and lead us? കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father, Father of glory, സ്വർഗീയ പിതാവേ, മഹത്വത്തിന്റെ പിതാവേ, the God of covenant, ഉടമ്പടിയുടെ പിതാവേ, we worship you this morning. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. Oh Father, we thank you for revealing Jesus to us. ഇന്നിവിടെ യേശുവിനെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. As a church, Father God, we pray the days to come give us a fresh revelation of the risen Savior. ഇന്നൊരു സഭയായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഉയർത്തപ്പെട്ട പുത്രനായ ഞങ്ങളുടെ രക്ഷകനായ സംബന്ധിച്ച ഒരു പുതിയ ഒരു വെളിപ്പാട് ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ. Lord, your word says be filled in the Spirit. ആത്മാവിൽ നിറയുക എന്ന് അങ്ങയുടെ വചനം പറയുന്നു. Walk in the Spirit. ആത്മാവിൽ നടക്കുക എന്ന് പറയുന്നു. Pray in the Spirit. ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നു. Sing in the Spirit. ആത്മാവിൽ പാടുക എന്ന് പറയുന്നു. Everything do in the Spirit. എല്ലാ കാര്യങ്ങളും ആത്മാവിൽ ചെയ്യുക എന്ന് പറയുന്നു. Oh Father God, we pray this morning. ഇന്ന് രാവിലെ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, By your Spirit, അങ്ങയുടെ ആത്മാവിനാൽ enable us and edify us. ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. Lord, deliver us from our fleshly deeds and ways. ഞങ്ങളുടെ ജഡമോഹങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമെന്ന് ഞങ്ങൾ Give പ്രാർത്ഥിക്കുന്നു. us a hunger and a thirst for your presence and for your word. അങ്ങയുടെ വചനത്തിനും അങ്ങയുടെ സാന്നിധ്യമായിട്ടുള്ള ഒരു ദാഹം ഞങ്ങൾ ഉണ്ടാക്കണമേ. Oh, help us to see everything in the Spirit. സകലത്തെയും ആത്മാവിൽ ദർശിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. Oh Father God, forgive us. Many times we do things in the flesh and we end up in many problems. കർത്താവേ, ഞങ്ങളുടെ ജഡത്താൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് പ്രശ്നങ്ങൾ ചെന്ന് പതിക്കുന്നവരെ ഓർത്ത് ഞങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കണമെന്ന് We പ്രാർത്ഥിക്കുന്നു. thank you that you have begun a good work in each one of our lives. ഞങ്ങൾ എല്ലാവരിലും അങ്ങ് ഒരു മഹത്തായ വേല ചെയ്തതിനായിട്ട് ഞങ്ങൾ നന്ദി And you are പറയുന്നു. faithful to complete what you have begun. അങ്ങ് ചെയ്ത കാര്യങ്ങളെ പൂർത്തീകരിക്കുന്നതിൽ വിശ്വസ്തനുമാണെന്നുള്ളതിന് ഞങ്ങൾ അങ്ങേ നന്ദി Oh, പറയുന്നു. we ask more of your grace and your empowering. ഞങ്ങൾ അവിടുത്തെ കൃപയെ കൂടുതലായിട്ട് ചോദിക്കുന്നു. ഞങ്ങളെ കൂടുതൽ ശക്തീകരിക്കണമെന്ന് Oh, ചോദിക്കുന്നു. we repent of our ways. ഞങ്ങളുടെ മാർഗങ്ങളെ കുറിച്ച് ഓർത്ത് ഞങ്ങൾ ഇന്ന് മനസ്തപിക്കുന്നു. Lord, we turn to you and we call upon your name. ഞങ്ങൾ ഇന്ന് മാനസാന്തരപ്പെട്ട് അവിടുത്തെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നു. Oh, we thank you for your servant. അവിടുത്തെ ദാസന്മാർക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. Thank you for your word. അവിടുത്തെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു. Holy Spirit, ആത്മാവിനായിട്ട് നന്ദി പറയുന്നു. Holy Spirit, help us. ഓ പരിശുദ്ധാത്മാവെ, ഞങ്ങളെ സഹായിക്കണമേ. Help us. ഞങ്ങളെ സഹായിക്കണമേ. Oh, anoint us. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. Equip us. ഞങ്ങളെ കൂടുതലായിട്ട് ശക്തീകരിക്കണമേ. Strengthen us. ഞങ്ങളെ ശക്തീകരിക്കണമേ. Correct us. ഞങ്ങളെ തിരുത്തണമേ. Lead us on. ഞങ്ങളെ നയിക്കണമേ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ.